രാവിലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതാണ് പതിവ് പോലെ. ഒന്ന് നല്ലൊരു ഷോട്ട് കിട്ടി. ഫസ്റ്റ് തന്നെ 2 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തോട്ടത്തിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് രാവിലെ കാണാൻ പറ്റി. കൊക്കുകളെ നമ്മളെ കണ്ട പാടുന്നതാ. കൊക്കുകൾ ഈ ഹോളിൽ നിന്ന് ഇര പിടിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കള പറിക്കൽ തുടങ്ങിയിരിക്കണ്. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ വള്ളിയായി തുടങ്ങിയിട്ടുണ്ട്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇലയിൽ പുഴുക്കളുടെ ശല്യം കൂടുതലാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ പുഴു കാഷ്ടിച്ചതുപോലെ തന്നെ ഇലകൾ തിന്നിട്ട് ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ നിലത്ത് ഇങ്ങനെ മണൽ പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്ത്. പക്ഷെ വന്ന് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. സെൻറ്റർ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നെല്ല് ഉഷാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷമാമിൻ്റെ വള്ളി ഇതാ അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ഷമാമും ഫ്ലവർ ഇതാ ഇടയിലൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങുന്ന സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഷമാമിൻ്റെ ഇലയിലുണ്ടല്ലോ ചെറിയ രീതിയിൽ പുഴുക്കുത്ത് സംഭവം കാണുന്നുണ്ട്. ഫ്ലവർ ചെയ്തിട്ടൊന്ന് കാണാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇത്രയും ദിവസമായില്ല നമ്മൾ ഇതിന് പിന്നിൽ തന്നെ നടക്കുന്നത്. അതാണ് നമ്മൾ രാവിലെ വന്ന ഉടനെ പ്ലാന്റുകളുടെ അടുത്തൊക്കെ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കും, ഫ്ലവർ ചെയ്ത് കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല ഓരോ വളർച്ചയും നമുക്ക് കാണാമല്ലോ. പ്ലാന്റുകളൊക്കെ ഇവിടെ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്, വിരിഞ്ഞിട്ടില്ല. ഇരുന്നേ സ്റ്റൂള് ഇതാ ഏകദേശം ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ നമ്മൾ ഈ സ്റ്റൂള് ഉപയോഗിച്ചിട്ട് ഇരുന്ന് കള പറിക്കുന്നത് നമ്മളെ മൈൻഡിലുണ്ടായില്ല. ആ സമയം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നു. സ്റ്റൂള് പിന്നെ പെട്ടെന്ന് എങ്ങനെ ഒരു ഐഡിയ തോന്നി സ്റ്റൂളിൻ്റെത്. സ്റ്റൂളിലാൻ തുടങ്ങിയത് കൂടിയിട്ട് കുറച്ചൊരു ആശ്വാസം കിട്ടി. എങ്കിലും പണി തന്നെയാണ്. ഫെബ്രുവരി 17-ാം തീയതി വിത്ത് നമ്മൾ നേരിട്ട് മണ്ണിൽ വെച്ച ഷമാമിൻ്റെ പ്ലാന്റ് അത്. അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടില്ലേ, ഇപ്പം തന്നെ വള്ളിയായി തുടങ്ങി. എന്നാൽ ഷമാമ് ഫെബ്രുവരി 2-ാം തീയതി ഒക്കെ ആയിട്ട് ട്രയലിട്ട് മുളപ്പിച്ചിട്ട് പിന്നീട് 15-ാം തീയതി നമ്മൾ മണ്ണിലേക്ക് മാറ്റി വെച്ചതാണ്. നമ്മൾ ഈ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ടല്ലോ ഷമാമിൻ്റെ പ്ലാന്റ് കണ്ടില്ലേ, ആ പ്ലാന്റൊക്കെ. അപ്പോൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഫ്ലവർ ചെയ്യുന്ന സമയത്തും കായ പിടിക്കുന്ന സമയത്തും അതിൻ്റെ ആ ഒരു വളർച്ച അതും നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വഴി അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫെബ്രുവരി 20-ാം തീയതിയോ 21-ാം തീയതിയോ നമ്മൾ മണ്ണിൽ വെച്ച വിത്താണ്. ഇന്ന് മാർച്ച് 3-ാം തീയതി. അപ്പോൾ ഒരു 13 ദിവസം കൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് മുളച്ചിട്ട് വള്ളിയായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ട്രയൽ മുളപ്പിച്ച് കഴിഞ്ഞാൽ തൈക്ക് നല്ല കരുത്തുണ്ടാവും എന്നാണ് പലരും പറയുന്നത്. ചിലപ്പം നല്ല കരുത്തുണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു ഫാസ്റ്റ് ഗ്രോത്ത് മണ്ണിൽ വെക്കുമ്പോൾ മണ്ണിൽ നേരിട്ട് വെച്ച തൈകൾക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടതല്ല, 15 ദിവസത്തോളം നമ്മൾ ട്രേക്കകത്തിരുന്ന തൈയുടെ വളർച്ചയും ആ ഒരു 15 ദിവസമായപ്പോഴത്തേന് മണ്ണിൽ നിന്ന് നേരിട്ട് മുളച്ച് വന്നിട്ടുള്ള തൈകളാണ്. ഈ തൈകളുടെ വളർച്ചയും കണ്ടില്ലേ, നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്.